ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സോഷ്യൽ മീഡിയ ഒരുപാട് ചർച്ച ചെയ്ത രണ്ട് സംഭവങ്ങളുണ്ട്. ഒന്ന്, കുറച്ച് നാളുകൾക്ക് മുൻപ് വനിതാ ക്രിക്കറ്റ് സെഞ്ചുറിയോടെ പൂർത്തിയാക്കി ദൈവത്തിന് നന്ദി പറഞ്ഞ ജമീമ റോഡ്രിഗ്സ് ക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞു എന്ന ഒറ്റ കാരണം കൊണ്ട് ആ പാവത്തിൻ്റെ കളിയെയും നേട്ടങ്ങളെയും ഒക്കെ അപമാനിച്ചു, കുടുംബത്തെ അവമാനിച്ചു. നല്ല കാര്യങ്ങൾ ഒരാൾ ചെയ്യുന്നതിനെ മറച്ചു വെച്ച് തിന്മകൾ, നെഗറ്റീവുകൾ പബ്ലിസിറ്റി കൊടുത്ത് ശക്തിയും ധൈര്യവും ചോർത്തിക്കളയുന്ന പ്രവണത അത് കാടത്തമാണ്, മാനുഷികമല്ല. വീണ്ടും ഈ അടുത്ത ദിവസങ്ങളിൽ ഇന്ത്യ T20 വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് സഞ്ജു എന്ന നമ്മുടെ സ്വന്തം മലയാളി താരത്തെ അവമാനിക്കുന്നതും പിന്തള്ളുന്നതും പുറകിലെ ബെഞ്ചിലിരുത്തുന്നതും ഗ്ലൗസ് അഴിപ്പിച്ച് കോർട്ടിൽ നിന്ന് ഇറക്കി വിടുന്നതും ഒക്കെ നാം കണ്ടു. തന്നിൽ വിശ്വസിക്കുന്നവരെ, തന്നോട് നേർന്നു നിൽക്കുന്നവരെ ദൈവം തക്ക സമയത്ത് ഉയർത്തും എന്നതിന് വീണ്ടും ഒരു തെളിവ് നൽകിയതാണ്. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 22-ാം അധ്യായം 6 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ കുറേ അശുദ്ധിയും അശുദ്ധമായ പ്രവർത്തന രീതികളുമൊക്കെ ചൂണ്ടിക്കാണിച്ച ശേഷം പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്യുന്ന ഒരു വാക്കുണ്ട്. 22:12 നീ എന്നെ വിസ്മരിച്ചിരിക്കുന്നു. 13-ാം വാക്യത്തിൽ ഒരു ഓർമ്മപ്പെടുത്തലാണ്. അന്യായമായി, അപമര്യാദയായി, നേർവഴിയിലൂടെയല്ലാതെ നീ നേടിയതെല്ലാം ഞാൻ ചിതറിച്ചു കളയും, നശിപ്പിച്ചു കളയുമെന്ന്. 14-ാം വാക്യത്തിൽ ഒരു ചോദ്യമുണ്ട്. എന്നോട് എതിരിടാൻ നിനക്ക് ശക്തിയും ധൈര്യവുമുണ്ടോ എന്ന്. പലപ്പോഴും നാം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നല്ലവരും വിശുദ്ധരുമൊക്കെ ആകാറുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 11 വരെ ഉള്ള വാക്യങ്ങളിൽ ഇങ്ങനെ കുറേ വിശുദ്ധരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നാടിനെ നന്നാക്കുവാൻ വേണ്ടി വ്യഭിചാരിണിയായ ഒരു സ്ത്രീയെ കല്ലെറിഞ്ഞു വന്ന് സമൂഹത്തെ രക്ഷിച്ച്, നാടിനെ രക്ഷിക്കാൻ വേണ്ടി വരുന്ന ഒരു കൂട്ടം വിശുദ്ധരായ യഹൂദർ. ആ നാട്ടിൽ ഒരു പെണ്ണ് തന്നെ വ്യഭിചാരം ചെയ്യുമായിരുന്നോ ആവോ? ഏതായാലും കൂട്ടാളികളെ പിടിക്കാൻ അവർക്ക് സാധിച്ചില്ല. കാരണം പലതായിരിക്കാം. അവർ സമൂഹത്തിലെ ഉന്നതന്മാരായിരിക്കാം, അവരുടെ അധികാരികളുടെ, നേതാക്കന്മാരുടെ, പണക്കാരുടെ മക്കളായിരിക്കാം, ബന്ധുക്കളായിരിക്കാം. അവർക്ക് കളിച്ച് രസിക്കാൻ പലപ്പോഴും പാവപ്പെട്ട ഏതെങ്കിലും വീട്ടിലെ പെൺകുട്ടികളുണ്ടാകും. ഏതായാലും ഈ നേതാക്കന്മാർ എന്തുകൊണ്ടാണ് അവളെ ശിക്ഷിക്കാതെ സ്ഥലം വിട്ടത്? എല്ലാം അറിയുന്നവനാണ് മുൻപിലിരിക്കുന്നത് എന്നറിയാവുന്നതുകൊണ്ട്, അല്ലെങ്കിൽ മനസ്സിലാക്കിയത് കൊണ്ട്. അപ്പോൾ എന്താണ് പറഞ്ഞു വന്നത്? എന്നെ എതിരിടാൻ നിനക്ക് ശക്തിയും ധൈര്യവുമുണ്ടോ? നിന്നെ പൊതുജനത്തിൻ്റെ മധ്യത്തിൽ തലകുനിപ്പിക്കും. അവൻ സഞ്ജുവിനെ പരിഹസിച്ച് സംസാരിച്ച ക്യാപ്റ്റൻ തൊപ്പിയൂരി അവൻ്റെ മുമ്പിൽ കുമ്പിട്ടില്ലേ? തലകുനിപ്പിക്കും, മുട്ടുകുത്തിക്കും. ആരും കാണില്ല, അറിയില്ല എന്ന് കരുതി നീ ചെയ്തു കൂട്ടുന്ന തിന്മകൾ, ഈ തിന്മകളുമായി നീ മുമ്പോട്ട് പോകുമ്പോൾ, അവരെന്നെ അപമാനിക്കുമ്പോൾ, അന്യായമായി പീഡിപ്പിക്കുമ്പോൾ, ക്രൂശിക്കുമ്പോൾ ഓർക്കുക, നമ്മുടെ നാട്ടിലെ പല അനീതികളും അക്രമങ്ങളും തോന്യാസങ്ങളുമൊക്കെ ഇതുപോലെ പാവപ്പെട്ടവരെ, പ്രതികരിക്കാൻ ശക്തിയില്ലാത്തവരെ, അല്ലെങ്കിൽ ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ ദാസൻ വഴക്കാളി ആയിരിക്കരുത് എന്ന കർത്താവിൻ്റെ വാക്ക് പാലിച്ച് മിണ്ടാതിരിക്കുന്നവർ, അവരെയൊക്കെ അവമാനിക്കുമ്പോൾ, ദ്രോഹിക്കുമ്പോൾ, അവർക്ക് തിന്മ ചെയ്യുമ്പോൾ ഓർക്കുക, അവരല്ല, അവരുടെ ദൈവം നിൻ്റെ മുമ്പിൽ വരും ഇതേ ചോദ്യവുമായി. എന്നോട് ഏറ്റുമുട്ടുവാൻ നിനക്ക് ശക്തിയുണ്ടോ? അശാന്തി ആവശ്യത്തിൽ കൂടുതൽ ഈ ലോകത്തിലുണ്ട്. അതിനാൽ അല്പം ശാന്തി വിതയ്ക്കാൻ, അല്പം സമാധാനം വിതയ്ക്കാൻ നമുക്ക്